എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണത് എന്റെ വയലറ്റ് മുളകിന്റെ അടുത്താണ്. അപ്പൊ ഈ വയലറ്റ് മുളകിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട, ഇത് പ്യുവർ വയലറ്റ് ആയിരിക്കുള്ളൂ. കണ്ട, നല്ല വയലറ്റ് കളറായിരിക്കുള്ളൂ. കണ്ട, അപ്പൊ ഇത് ഉണ്ടായി വരുമ്പോ തന്നെ കണ്ട ഇതേപോലെ ഒരു വൈറ്റ് കളറൊക്കെ വന്നിട്ടാണ് പിന്നെ ഇതേപോലെ വയലറ്റ് കളറൊക്കെ ആവണത്. കണ്ട, അപ്പൊ ഇതിന്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ട്. കണ്ട, ചെറിയ ഇലകളാണ്. കണ്ട, ചെറിയ ഇലകളും പിന്നെ വയലറ്റ് കലർന്ന ഇലകളുമാണ്. തണ്ടിനൊക്കെ പ്രത്യേകത ഉള്ളതാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉള്ളൊരു മുളകിന്റെ വെറൈറ്റി ആണിത്. ഇഷ്ടം പോലെ കായ്ക്കും. ഇത് നമ്മ വളമൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായ്ക്കും. വളം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് തന്നെ മതി കേട്ടോ മുളക് കൃഷി ചെയ്യാനായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക്. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വിളവ് വരണ ഒരു എനോട്ട് ഇത്. അപ്പൊ ഇതിന്റെ കണ്ട, ഇത് നല്ല കൊലകളായിട്ടാണ് കായ്ക്കണത്. കണ്ട, ഒരു തണ്ടിയിൽ തന്നെ കണ്ട ഇതേപോലെ കൊലകളൊക്കെ ഇട്ടാണ് ഇത് കായ്ക്കുള്ളൂ. കണ്ട, ഉണ്ടായി വരുമ്പോഴുള്ള മുളക് കണ്ട നല്ലൊരു വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ പൂക്കളാണ് ഈ കാണുന്നത്. പൂക്കളൊക്കെ ചെറിയ പൂക്കളാണ്. കണ്ട, പൂവൊക്കെ നല്ല ചെറിയ പൂവായിരിക്കുള്ളൂ. കണ്ട, ഇത് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ ഇഷ്ടം പോലെ മുളക് കായ്ക്കോട്ടെ. ഞാനിപ്പോ ഇവിടെ ഒരു തേക്കിന്റെ ചോട്ടിലാണ് ഈ മുളകിന്റെ തൈ നിൽക്കണത്. ഒരു ഡ്രമ്മിലാണ് നട്ടേക്കണത് ഈ മുളക്. കണ്ട, അപ്പൊ ഇത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. വലിയ ഒരു എരിവില്ലാത്തൊരു മുളകാണ് ഇത്. അത്ര അധികം എരിവില്ലാത്ത മുളകാണ്. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പരിചരണങ്ങളും വേണ്ട. പ്രത്യേകിച്ച് ഇങ്ങനെ രോഗങ്ങളൊക്കെ കുറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത്. പിന്നെ നിറച്ച് ഇലകളായിരിക്കുള്ളൂ. കണ്ട, ഇലകൾക്ക് വലിപ്പം കുറഞ്ഞതുകൊണ്ട് തന്നെ ഇലകളായിരിക്കുള്ളൂ നിറച്ച് ഫുള്ള്. പിന്നെ കണ്ട, ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളരണ ഈ മുളകിന്റെ ഇനോട്ട. അപ്പൊ നമ്മ ഇത് നടുമ്പാന്ന് വെച്ചാൽ ചെറിയ ചെടിച്ചട്ടിയിലൊന്നും നടരുത്. നമ്മ അത്യാവശ്യം വലിയ ചെടിച്ചട്ടിയിലോ വലിയ ഗ്രോ ബാഗിലോ നടുകയാണെങ്കിൽ വർഷങ്ങളോളം വിളവ് തന്നെ ഒരു വെറൈറ്റി ആണിത്. അപ്പൊ നമ്മൾ ചെറിയ ചട്ടിയിലൊക്കെ നട്ടാന്ന് വെച്ചാല് ഇത്രയും ഇങ്ങനെ ഇതുണ്ട. ഇതിപ്പോ നമ്മ ഈ നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഇടയിലാണ് ഇത് നിക്കണത്. പല പല മുളകും സാധനങ്ങൾ നട്ടേക്കണേന്റെ. അതുകൊണ്ട് തന്നെ ഇത് ഇനി പടർന്ന് പന്തലിച്ച് വളരാൻ പറ്റുള്ള. കണ്ട, ഇതിന്റെ കമ്പുകളൊക്കെ പോയേക്കണണ്ട. ഇത് കൊറേ ദൂരം വരെ കണ്ട ഇതേപോലെ പടർന്ന് നമ്മളിപ്പോ ചേനയൊക്കെ വരൂല അതേപോലെ തന്നെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വലിയ വലിപ്പത്തിൽ നിന്നിട്ട് വർഷങ്ങളോളം വിളവ് വരും ഇത്. അപ്പൊ നമ്മ നടുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിന് കുറച്ചധികം സ്പേസ് വേണ്ട ഒരു മുളകിന്റെ വെറൈറ്റി ആണ്. അപ്പൊ നടുമ്പോ നമ്മ കുറച്ചിങ്ങനെ വളരാനുള്ള സൗകര്യത്തിൽ വേണം നമ്മ നട്ട് കൊടുക്കാനായിട്ട്. എങ്കിലാണ് ഇത് നന്നായിട്ട് കായ്ക്കുള്ളൂ. കണ്ട, ഇതിന് ഒരുപാട് ശാഖകളൊക്കെ വരും. ആ ശാഖകളൊക്കെ പോയേക്കണില്ലേ നിങ്ങ. ഇതൊക്കെ ഇതിന് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളരാനുള്ള സ്ഥലം വേണം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു മുളക് ഉണ്ടെങ്കിലാ നമുക്ക് ഈ ഒരു മുളക് മതി നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ മുളക്. ഈ മുളകിന്റെ എന്ന് വെച്ചാൽ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ പുതിയ തൈകൾ ഉണ്ടാക്കണത്. അപ്പൊ വിത്തുകൾ പാകി കഴിഞ്ഞാല് നമുക്ക് ഒരു മാസം കഴിയുമ്പോ നമുക്ക് പറിച്ച് നടുമ്പോ നമ്മ അടിയിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്ക. പിന്നെ അതേപോലെ തന്നെ ചാണകപ്പൊടി ഒക്കെ ഇട്ട് നമ്മ മണ്ണ് തയ്യാറാക്കുമ്പോ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ചവറ് ഒക്കെ പൊടിഞ്ഞ വളങ്ങളില്ല അതൊക്കെ ഇട്ട് കൊടുക്ക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡ്രമ്മിലൊക്കെ നടുകയെന്ന് വെച്ചാൽ നമ്മ അടിയിൽ മുഴുവൻ ഒരുപാട് കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മ മണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം, മീൻ കഴുകണ വെള്ളം, ഇറച്ചി കഴുകണ വെള്ളം, പിന്നെ പയറൊക്കെ കഴുകൂല, നമുക്ക് ഈ വീട്ടിലെ ഏത് അടുക്കള വേസ്റ്റ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുളക് കൃഷിക്ക് നല്ലതെന്ന് വെച്ചാൽ നമ്മ ഉള്ളി, സവാള, വെളുത്തുള്ളിയൊക്കെ നന്നാക്കുമ്പോ അതിന്റെ തോടൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് തടത്തില് ഒഴിച്ചും കൊടുക്കാം. നമുക്ക് ഇലകളിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കാം. അപ്പൊ വലിയ കീടങ്ങളുടെ ഒന്നും ശല്യങ്ങൾ ഇല്ലാണ്ട് തന്നെ നമുക്ക് മുളക് നന്നായിട്ട് തന്നെ കൊല കുത്തി മുളക് ആയിക്കോട്ടെ. ഈ മുളകിന്റെ വെറൈറ്റി ഇതിപ്പോ നമ്മ ഇതിന്ന് പഴുത്തതൊക്കെ നമ്മ പറിച്ചെടുക്കണതാണ്. ഇത് കൊല കുത്തി കായ്ക്കണ ഒരു മുളകിന്റെ വെറൈറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ല, ഇത് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് നിക്കണേണ്. അതേസമയം ഇത് നല്ല സ്പേസ് ഉള്ള സ്ഥലത്തായിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ മുളക് തന്നാണ്. ഇതിപ്പോ ഒരു ഇടുക്കത്തിൽ നിക്കണോണ്ട് തന്നെയാണ്. എന്നിട്ട് പോലും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഈ മുളക്. ഇത് നമ്മുടെ വേറൊരു വയലറ്റ് മുളകാണ്. അപ്പൊ ഈ വയലറ്റ് മുളകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കറുപ്പ് കലർന്ന വയലറ്റ് ആണ്. കണ്ട, അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാൻ. നല്ല മുളക് തന്നെയാണ്. ഇതിന്റെ ഇലകൾക്ക് കണ്ട
വലിപ്പമുള്ള ഇലകളാണ് കണ്ട, നമ്മുടെ കാന്താരി മുളകിന്റെ ഇലയൊക്കെ പോലെ വലിപ്പമുള്ള മുളകാണ്, വലിപ്പമുള്ള ഇലകളാണ് കണ്ട. അപ്പൊ ഈ ഇലകള് ഇതിലും ഒരു വയലറ്റ് കളറൊക്കെ തന്നെ ഉണ്ട്. ഈ തണ്ടുകൾക്കൊക്കെ ഇല പോലെ തന്നെയാണ്, മുളക് പോലെ തന്നെയാണ് തണ്ടുകളും, ഒരു കറുപ്പ് കലർന്ന വയലറ്റ് ആണ് കണ്ട. അപ്പൊ ഈ മുളകും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ മുളകാണ് കണ്ട, നിറച്ചിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇതിൽ നമ്മ ഒരുപാട് വിളവെടുത്താണ്, ഒരുപാട് പേർക്കാണ് നമ്മ ഇതിന്റെ വിത്തയച്ചു കൊടുത്തേക്കണത്. ഇതുപോലെ കണ്ട കൊലകളായിട്ട് കായ്ക്കും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒട്ടും തന്നെ ഉണ്ടാവൂല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് മുളകൊക്കെ നടുമ്പോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വെച്ചെന്ന് വെച്ചാല് നമുക്ക് അധികം രോഗങ്ങളും വരൂല, കീടങ്ങളുടെ ശല്യങ്ങൾ കുറയുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു മുളക് പൊട്ടിക്കാട്ടിരുന്ന് അപ്പൊ നമുക്ക് കണ്ട. അപ്പൊ മുളക് നിങ്ങൾ പറിക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ മുളക് പറിച്ചെടുക്കുമ്പോ ഈ നെറ്റീമെന്ന് തന്നെ കിട്ടും. നമ്മ മുളകായിട്ട് അടുത്തെടുക്കരുത്, നെറ്റ് ഇവിടെ നിർത്തരുത്. എന്നാൽ നെറ്റ് ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പുതിയ ചെനപ്പുകൾ വരൂല, മുളക് ഉണ്ടാവല് കുറയും. നമ്മ എപ്പോഴും മുളക് പറിക്കുമ്പോ ഇതേപോലെ നെറ്റ് ഉൾപ്പെടെ വേണോട്ട് നമ്മ വിളവെടുക്കാനായിട്ട്. കണ്ട, നമ്മുടെ വയലറ്റ് മുളകാണിത്, നല്ല ഭംഗിയാണ് കണ്ട കാണാൻ തന്നെ. ഇത് പ്യുവർ വയലറ്റ് കളറിലുള്ള മുളകാണ്. അപ്പൊ എല്ലാവരും ഈ മുളകിന്റെ തൈകളൊക്കെ നഴ്സറിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇതേപോലുള്ള മുളകിന്റെ വെറൈറ്റികൾ ഒരുപാട് പേരാണ് മുളക് മാത്രം കൃഷി ചെയ്യണത്. ഏത് മുളക് കണ്ടാലും അവര് മേടിച്ച് കൃഷി ചെയ്യും. അക്കൂട്ടത്തില് നമ്മുടെ ഈ വയലറ്റ് മുളകും കൂടെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.